ഹായ് ഫ്രണ്ട്സ്, സുവൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. എന്നത്തെ പോലെ മക്കൾ രണ്ടുപേരും മദ്രസയിൽ പോയതിന് ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. രാവിലെ ജനാലകളൊന്നും തുറന്നിടാൻ പറ്റില്ല. രാവിലെ ചെറിയ മഞ്ഞുള്ളത് കൊണ്ടും പിന്നെ കൊതുകിൻ്റെ ഒരു ശല്യം ഉള്ളത് കൊണ്ട് രാവിലെയും 6 മണി 5:30 6 മണിക്ക് ശേഷമൊന്നും ജനാല തുറന്നിടാൻ പറ്റില്ല. ചെറിയ വെയിലൊക്കെ വന്നതിന് ശേഷമാണ് ജനലുകൾ തുറന്നിടുന്നത്. പിന്നെ ഇവിടുത്തെ റൂമിലെ ജനൽ തുറന്നിട്ടതിന് ശേഷം 2 റൂമിലും ജനൽ തുറന്നിട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് അവിടെ എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കി. എന്തെങ്കിലും പേപ്പറുകൾ, പേന, ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കൾ കളിച്ചിട്ടും വലിച്ചു വാരി അവിടെ ഇവിടെ ഇട്ടിരിക്കും. ഇന്ന് നോക്കിയപ്പോൾ അധികം ഒന്നുമില്ല. പിന്നെ താഴോട്ട് പോകുന്നതിന് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാമെന്ന് കരുതി ഗുളിക എടുത്തപ്പോൾ ജഗ്ഗിൽ വെള്ളമില്ല. അപ്പോൾ പിന്നെ ആ ഗുളികയും കൊണ്ട് പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ല. കാരണം അപ്പത്തിന് മാവ് അരച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പം ഉണ്ടാക്കി അതിനെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. കറി എന്തുണ്ടാക്കും എന്നുള്ളൊരു വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ എന്ത് കറി ഉണ്ടാക്കും, ഭക്ഷണത്തിന് എന്ത് കറി ഉണ്ടാക്കും, പുട്ടായാലും ദോശയായിരുന്നാലും, ദോശയ്ക്കാണെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ പിറ്റേ ദിവസം ചമ്മന്തി എന്നും ദോശയ്ക്ക് ചമ്മന്തിയാണോ എന്ന് മക്കൾ എന്നെ ചോദിക്കും. അപ്പോൾ എന്നും ഓരോ കറിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ 2-3 നല്ല ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും ഉണ്ടായിരുന്നു, തക്കാളിയുണ്ട്, ഇഞ്ചി പച്ചമുളകും, അതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അപ്പത്തിന് ഉരുളക്കിഴങ്ങ് കറി തന്നെ ഉണ്ടാക്കാം എന്ന് കരുതി. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് കറി വെച്ചാലും ഈ ഉരുളക്കിഴങ്ങിലെ ചാറ് മാത്രം ഇങ്ങനെ തൊട്ട് കഴിച്ചിട്ട് ബാക്കിയെല്ലാം കിഴങ്ങായിരുന്നാലും ഉള്ളിയായിരുന്നാലും കൊത്തുപോലെ അങ്ങ് അവിടെ സൈഡിൽ വെച്ചിരിക്കും. എന്ത് കറി ഉണ്ടാക്കിയാലും, കടലക്കറി ഉണ്ടാക്കിയാലും ആ അവസ്ഥ തന്നെയാണ്. അപ്പത്തിൻ്റെ മാവ് നല്ല അരഞ്ഞ് പൊങ്ങി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റുമായിരുന്നു. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നല്ല പരുവത്തിന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കലക്കി കുറച്ച് വീട്ടിലത്തേക്ക് ആവശ്യമായത് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി അതിൽ സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുഴുവനായിട്ട് മൊത്തത്തിൽ കലക്കി കഴിഞ്ഞാൽ പിന്നെ അതിരുന്ന് വീണ്ടും പുളിച്ച് തീരെ പുളിപ്പായി പോകും. അത് പറ്റില്ല. പിന്നെ 2-3 ദിവസം എന്തായാലും ഇത്രയും മാവ് നമുക്കിവിടെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പുളിച്ച് പോയാൽ പിന്നെ ചുടാൻ പറ്റത്തില്ല. പിന്നെ ആവശ്യമായ മാവിനെടുത്ത് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ മാവിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെ എനിക്ക് അവരെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. മക്കളുടെ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് രാവിലത്തെ ജോലികളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഇതിലാണ് പെട്ടെന്നെല്ലാം ജോലി ഒതുക്കണം. അല്ലെങ്കിലും പെട്ടെന്ന് ജോലി ഒതുക്കണം. മക്കൾക്ക് മദ്രസ വിട്ട് വരും ഭക്ഷണം കൊടുക്കണമല്ലോ കഴിക്കാൻ വേണ്ടി. അങ്ങനെ പോയി നോക്കിയപ്പോൾ സാധാരണ ഉരുളക്കിഴങ്ങ് കുറച്ചേ ഉണ്ടായിരുന്നു. ഒരു 4 ഉരുളക്കിഴങ്ങ്, 2 സവാള, ആവശ്യമായ ഇഞ്ചി പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മക്കൾ പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക കളിക്കാൻ വേണ്ടി. അതിൻ്റെ സൗണ്ടാണ് നേരത്തെ കേട്ടത്. പിന്നെ തക്കാളി, ഈ ഉരുളക്കിഴങ്ങിന് തക്കാളി ഉണ്ടെങ്കിൽ 2 തക്കാളി ഇടുന്നത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നൽകും. പറയും പോലെ എന്തിട്ടാലും ചാറ് മാത്രമേ കൂട്ടുള്ളൂ. മക്കളാണെങ്കിൽ ചാറ് മാത്രമേ കൂട്ടുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. ബാക്കി അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഉടച്ച് പരുവത്തിനാക്കി കൊടുത്താൽ ആ ചാറിൽ ഇങ്ങനെ മുക്കി കഴിക്കുകയുള്ളൂ. ഇത് ഞാൻ രാവിലെ കുടിക്കുന്ന ഡ്രിങ്കാണ്. കറുവപ്പട്ടയിട്ട് 3 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് 4-5 പീസ് കറുവപ്പട്ടയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളമാക്കും. പിന്നെ അത് വെറും വയറ്റിൽ കുടിക്കും. മുന്നേയൊക്കെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കരുതി കറുവപ്പട്ടയിട്ട് എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ ദഹനത്തിന് നല്ലതാണ്, ഒരു ചെറിയ ഡയറ്റ് പോലെ നോക്കാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, തക്കാളി എല്ലാം പരിഞ്ഞ് പ്രായത്തിന്. ഇപ്പോൾ തക്കാളി അരിഞ്ഞിട്ടില്ല, എല്ലാം ശരിയാണ്, ഓക്കെ, എല്ലാം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞിടാമെന്ന് കരുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഇനിയിപ്പോൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ആ ഇടികല്ലിട്ട് ചതച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ തീരും. അതാ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് കുക്കറിലോട്ട് വെച്ച് കുക്കറിൽ തന്നെ ജസ്റ്റ് കുറച്ച് ഒരു 5 മിനിറ്റത്തേക്ക് വഴട്ടിയും എല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒരു 2-3 വിസിൽ വേപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ സമയം ഞാൻ ഇത് വെച്ച് തുടങ്ങിയപ്പോൾ മദ്രസ വിടേണ്ട സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ വിശക്കണമെന്ന് പറയും. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. ആ ഒരു ഇതിലാണ് പെട്ടെന്ന് വെച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ മക്കൾക്കാണെങ്കിൽ പിന്നെ അപ്പത്തിനോട് വലിയ താല്പര്യമില്ല. അവർക്ക് ദോശയാണ് വേണ്ടത്. എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കി കഴിച്ചാൽ 2 പേരും ഒരു കുഴപ്പമില്ലാതെ കഴിക്കും. പിന്നെ കറിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്ന് ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർ എത്ര ദിവസം വേണമെങ്കിലും കഴിക്കും.
അപ്പത്തിനോട് വലിയ താല്പര്യമില്ല. അഥവാ അപ്പം ചുട്ട് കൊടുത്താൽ തന്നെ ഈ നടുക് പൊങ്ങിയിരിക്കില്ലേ, അതൊന്നും ഇഷ്ടമില്ല. അപ്പം ഈ നൈസായിട്ട് നടുകൊന്നും ഇല്ലാതെ നൈസായിട്ട് ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അവർക്ക് ആവശ്യമുള്ളത് രണ്ടാം മൂന്നെന്നല്ല, അവർക്ക് ആവശ്യമുള്ളത് കഴിക്കും. ദോശയാകുമ്പോൾ അവർക്ക് ഇഷ്ടത്തോടെ പ്രിയത്തോടെ കഴിക്കും. രാവിലെ മദ്രസ വിട്ട് വന്ന ഉടനെ എന്താ അമ്മ കഴിക്കാവുള്ളതെന്ന് ചോദിക്കും. ദോശയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം തെളിയും. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പോ എന്ന് ചോദിക്കും. കാരണം അവർക്ക് അത് ഇഷ്ടമില്ല. അപ്പം പുട്ടും ഒന്നും ഇഷ്ടമില്ല. ദോശ എന്നും ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് പിന്നെ അത് മതി. കുറച്ച് നെയ്യെല്ലാം ഒഴിച്ച് അവരെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവർക്ക് ദോശയേ ധാരാളം. അപ്പം ഇന്ന് വന്ന ഉടനെ അപ്പം എന്ന് കണ്ടപ്പോൾ മുഖം ചുളിഞ്ഞു. പിന്നെ കുഴപ്പമില്ല, കഴിച്ചു. നടുകില്ലാതെയൊക്കെ ചുട്ട് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അത് ഇഷ്ടപ്പെട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അത് അപ്പത്തിൻ്റെ മാവ് പുളിച്ചത് കണ്ടപ്പോൾ പുളിച്ചെന്ന് വെച്ചാൽ പുളിച്ചിൻ്റെ ആ ഒരു പുളിപ്പല്ല, നല്ല പൊങ്ങി വന്നത് കണ്ടപ്പോൾ എനിക്കറിയാം എന്തായാലും അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുമെന്ന്. അപ്പം നടുകില്ലാതെ ചുട്ട് കൊടുത്താൽ രണ്ടുപേരും കഴിക്കുകയും ചെയ്യും. അങ്ങനെ കറിയെല്ലാം ഒരു അടുപ്പിലായിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അപ്പം ചൂടാൻ ഞാൻ അപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ജസ്റ്റ് കറണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് അരച്ച്, എന്ന് വെച്ചാൽ കഷ്ണങ്ങളില്ലാത്ത പരുവത്തിൽ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചാറ് മാത്രമേ കൂട്ടിയിട്ടുള്ളായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ ഫ്രണ്ട്സ്, എൻ്റെ അപ്പം നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് അപ്പമുണ്ട്. അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും റെഡി. ഓക്കെ, താങ്ക് യു.